ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കട്ടാക്കി എവിടെ വരെയാണ് ഞാൻ സംസാരിച്ചത്? ഞാൻ പറഞ്ഞ ഏത് ഭാഗം വരെ കേട്ടുവെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കേൾക്കാമോ ആദ്യം പറയൂ ശ്രീ സജീഷ്, താങ്കൾക്ക് കേൾക്കാമോ? ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. എനിക്കിപ്പോ കേൾക്കാം. കേൾക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇടപെട്ടത്. അത് ശരിയാക്കാനാണ് ഇടപെട്ടത്. താങ്കൾക്ക് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേൾക്കാം. ഓക്കെ, താങ്കളോട് ചോദിച്ചൊരു ചോദ്യം, താങ്കൾ മാത്യു കുഴൽനാടന്റെ കാര്യം പറയുന്നിടം വരെയാണ്. കട്ട് ചെയ്ത് കളഞ്ഞതല്ല ശ്രീ സജീഷ്, ഇങ്ങനെയൊന്നും ആരോപിക്കാതെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. താങ്കൾ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കേൾക്കുന്നുണ്ടായിരുന്നില്ല. സാങ്കേതിക പ്രശ്നം ശരിയാക്കാൻ വേണ്ടിയാണ് താങ്കളിലേക്ക് വന്നത്. അത് സ്ഥിരമാണ്. പക്ഷെ ആർക്കാണ് കേൾക്കാത്തത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കുഴപ്പമാണോ അതോ സാങ്കേതിക പ്രശ്നമാണോ എന്ന് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അന്താരാഷ്ട്ര കൂടാരന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് നമ്മള് കോളങ്ങ് കട്ടായി പോകും. സ്ഥിരമായിട്ടുള്ള അനുഭവമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും. സത്യത്തിൽ നിങ്ങൾ ഇടപെടുന്നത് ഞങ്ങൾക്കൊരു ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാലോ. ഇത് നമ്മൾ കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ശബ്ദം ഉണ്ടാവില്ല. ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് പിന്നെ നമ്മുടെ ചെവിയില് ഈ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഫോൺ റിങ് ചെയ്യും. അപ്പൊ മനസ്സിലാവും നിങ്ങൾ നേരത്തെ എപ്പോ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങ് നടത്തിയാൽ മതി ഇത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നടത്തിയാൽ മതി ഈ ചർച്ച. അതേ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സാങ്കേതിക വിഭാഗം താങ്കളോട് സംസാരിക്കട്ടെ. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. എനിക്ക് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടാന്നൊന്നും വെച്ച് കാച്ചി കളയുക. അങ്ങനെ ഒരു ശീലം അങ്ങനെ തന്നെ താങ്കളുടെ സാന്നിധ്യത്തിൽ താങ്കൾക്ക് അവിടെ നടക്കുന്ന ചില കുൽസിത പ്രവർത്തനങ്ങളുണ്ട്, പറയാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് പോയി എന്ന് പറയണം. ഇപ്പോൾ താങ്കൾ എണീറ്റ് പോകാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ ആരോപിക്കുന്നു. കാരണം ഇപ്പോൾ താങ്കൾക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും താങ്കൾ മറുപടി പറയുന്നില്ല. ദീർഘനേരം സംസാരിച്ചു താങ്കൾ ആരോപിച്ചു. ഇങ്ങനെ തന്നെ വേണം. ഒരു പ്രശ്നമില്ല. കുറെ ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ശ്രീ സജീഷ്, മനോരമയിൽ എല്ലാ CPM പ്രതിനിധികളും വന്ന് ചർച്ചയ്ക്ക് പോകുന്നതാണല്ലോ ശ്രീ സജീഷ്. നമ്മൾ പ്രതിഷേധ പറയും നമുക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകേണ്ട കാര്യമില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് മറുപടി തന്നില്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ അങ്ങ് പോകുന്നു. ഇവിടെ കുറെ മാധ്യമങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് പൊളിഞ്ഞു പോകും. ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളായിട്ട് ബന്ധമുണ്ട്. ജനങ്ങളായിട്ട് സംസാരിച്ചാ പോരെ? നിങ്ങൾ ഈ സാങ്കേതിക വിദ്യയും മറ്റും വെച്ച് ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും തടസ്സപ്പെടുത്തുകയും നിരന്തരം ചെയ്തിട്ട് നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. പറയാണ് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് പോയി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് കേൾക്കാമല്ലോ. കേൾക്കുന്നില്ല എന്ന് താങ്കൾ ഭാവിക്കുകയല്ലേ? ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ. കേൾക്കാമല്ലോ ഞാൻ ചോദിക്കുന്നത്. കേൾക്കുന്നേ ഇല്ല എന്ന് താങ്കൾ ഇത്രയും നേരം ഭാവിച്ചുകൊണ്ടിരുന്നതല്ലേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഷാനി അങ്ങനെ പുതിയ വിളവെന്നെടുത്ത് ചർച്ചയിൽ വരല്ലേ? നമ്മൾ തമ്മിലുള്ള ഈ ചർച്ച തുടങ്ങി എങ്ങനെയാണ്? ഞാൻ കണക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. കേട്ടിട്ടുള്ള ആളുകൾക്കറിയാം എന്തായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങളുടെ PCR നിന്ന് എന്നോട് സംസാരിക്കുകയാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു കണക്ട് ചെയ്യരുത്. എനിക്കറിയണം എവിടെ വെച്ചാണ് എന്റെ സംസാരം അവസാനിച്ചത്. എന്തിനാ അറിയുന്നത്? അറിഞ്ഞിട്ട് നിങ്ങൾ എവിടെ വെച്ചാണ് ഇത് കട്ട് ചെയ്തത്, ഏത് ഭാഗമാണ് ഇല്ലാതാക്കിയത് എന്നറിയണം. അതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല.
വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. താങ്കൾ മാത്യു കുഴൽനാടനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാത്യു കുഴൽനാടനെ കുറിച്ചുള്ള അതൊരു ശരിയായ രീതിയല്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എന്ന് വെച്ചാൽ താങ്കൾ ഒരു കാര്യം തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതിനിടയിൽ ഇടപെടരുത് എന്ന് താങ്കൾക്ക് നിലപാടുണ്ടെങ്കിൽ താങ്കൾക്കത് പറയാം. എന്നോട് ഫോണിൽ സംസാരിച്ചത് ഞാൻ കേട്ടു, ഞാൻ ഇയർഫോണിലൂടെ കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു കണക്ട് ചെയ്യരുത്, ഞാൻ കേൾക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, കണക്ട് ചെയ്യരുത്. എന്നിട്ട് എന്തുകൊണ്ട് കണക്ട് ചെയ്യരുത്? ഞാൻ എന്താണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നെല്ലാം ഒന്നും ഞാൻ അറിയില്ല. അതുകൊണ്ട് അത് കൺഫേം ചെയ്തിട്ടാണ് കണക്ട് ചെയ്യാവൂ എന്നല്ലേ ഞാൻ ഭയങ്കരം തന്നെ. എന്തൊക്കെയാണ് സജീഷ് പറയുന്നത് എനിക്ക് അറിയുകയില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് മനസ്സിലായത് ഒറ്റ കാര്യമാണ് സജീഷ്. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? അതായത് താങ്കൾക്ക് ഇടയ്ക്ക് ഉയരുന്ന ചോദ്യങ്ങളൊക്കെ കേൾക്കാം, താങ്കൾ കേൾക്കുന്നേ ഇല്ല എന്ന് ഭാവിക്കുകയാണ്. അതാണ് സംഭവിച്ചത് അല്ലേ? സാങ്കേതിക പ്രശ്നമല്ല. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ താങ്കൾ പറഞ്ഞ ഞാൻ കേട്ടു. കാരണം ഞാൻ സംസാരിക്കാത്ത സമയത്താണ് താങ്കൾ പറഞ്ഞത്, ഞാൻ വ്യക്തമായി കേട്ടു. സംസാരിക്കുമ്പോഴേ കേൾക്കാൻ പറ്റും, സാങ്കേതിക പ്രശ്നമില്ലെങ്കിൽ. ഞാൻ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ആദ്യം പറഞ്ഞത് ആദ്യ ഘട്ടത്തിൽ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ തന്നെ ഷാനി എന്താണ് ഇങ്ങനെ ഇടപെടാത്തത് ഇങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്, ഇല്ലെന്നാണോ? അത് ഉത്തരം പറ. സജീഷ് ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയൂ. ഞാൻ ഇടയിൽ മുഴുവൻ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. മാത്യു കുഴൽനാടന്റെ കാര്യം ചോദിച്ചപ്പോൾ ഇടപെട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും താങ്കൾ കേൾക്കാത്തതാണോ, കേട്ടില്ല എന്ന് ഭാവിച്ചതാണോ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഷാനി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, താങ്കൾ ഞാൻ സംസാരിക്കുമ്പോൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇയർഫോണിൽ വ്യക്തമായും വ്യക്തമല്ലാതെയും കേട്ടുകൊണ്ടിരുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. ചില കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാതിരിക്കാത്ത സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായി കേൾക്കുന്നുണ്ട്. ഒരു വ്യക്തത കുറവുമില്ലാതെ താങ്കൾ സംസാരിക്കുമ്പോൾ സത്യം ഞാൻ സംസാരിക്കുന്നതും ഞാൻ സംസാരിക്കുമ്പോൾ താങ്കൾ ഇടപെടുന്നതും നമുക്ക് പരസ്പരം കേൾക്കാൻ കഴിയും. ആരോപണം ഉന്നയിച്ച് ഞാനെന്തോ ഒരു മോശം ചെയ്യുകയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു രീതിയാണ് താങ്കൾ അവലംബിക്കുന്നത്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഓഹോ, അതും ലീക്ക് ഔട്ട് ആയോ? എടാ മണ്ട. അപ്പോൾ എന്താണ് പരിഹരിക്കേണ്ടത്? അത് സജീഷ് പറയൂ. സജീഷിന് ഇടയ്ക്ക് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലയോ അത് മാത്രം ഇപ്പോൾ പറയും. പരിഹാരം ഉണ്ടാകേണ്ട പ്രശ്നമാണോ, കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. ഷാനി, ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഷാനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഷാനി പറഞ്ഞത് ഞാൻ കേട്ടു. കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലയോ എന്നുള്ള പറഞ്ഞ കാര്യം ഞാൻ കേട്ടു. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? നേരത്തെ മാത്യു കുഴൽനാടന്റെ കാര്യം ചോദിച്ചത് സജീഷിന് കേട്ടിരുന്നോ? ഉന്നയിച്ചത് ഞാൻ നേരത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ഘട്ടമെത്തിയപ്പോ ഷാനി പറയട്ടെ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഷാനി, ഒരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം പറയുന്ന സമയം മാത്യു കുഴൽനാടന്റെ കാര്യം പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.